ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിൻ്റെ മുഖം മാറുകയാണ്. ഈ മാറ്റം സമൂലമാണ്. നിർമ്മാണം മുതൽ പ്രദർശനം വരെയുള്ള എല്ലാ മേഖലകളിലും വിപ്ലവാത്മകമായ പരിവർത്തനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ സിനിമാ കൊട്ടകകളുടെ സ്ഥാനത്ത് അമ്പരചുംബികളും ബഹുരൂപികളുമായ മൾട്ടിപ്ലക്സ് തിയേറ്റർ സമുച്ചയങ്ങൾ ഉയർന്നു വരുന്നു. വ്യവസായവും വിനോദവും ഇഴകോർക്കുന്ന ഈ മാളുകൾ നാളെയുടെ ചലച്ചിത്ര പ്രദർശനത്തിലേക്കുള്ള കൈചൂണ്ടികളാണ്. എന്താണ് മൾട്ടിപ്ലക്സുകൾ? ഉത്തരം ലളിതമാണ്. ഷോപ്പിങ്ങും ഫുഡ് ജോയിൻസും ഉപഭോക്താവിൻ്റെ മറ്റ് ബഹുവിധ ആവശ്യങ്ങളും നിറവേറ്റുന്ന വലിയ മാളുകളിൽ പ്രവർത്തിക്കുന്ന ചെറിയ ചെറിയ തിയേറ്ററുകളാണ് മൾട്ടിപ്ലക്സുകൾ. 3-4 തിയേറ്ററുകളാണ് ഒരു സമുച്ചയത്തിൽ ഉണ്ടാവുക. ക്യൂ സിനിമാസിൻ്റെ ടെലിബുക്കിംഗ് കൗണ്ടറാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ക്യൂ സിനിമാസിലോട്ട് എല്ലാ ഫിലിമിനും ബുക്കിംഗ് ആയാലും എന്ത് ബുക്കിംഗ് നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. കസ്റ്റമേഴ്സ് ടെലിഫോണിൽ ബുക്ക് ചെയ്യുകയും ചെയ്യാറുണ്ട്. കസ്റ്റമേഴ്സ് ഇവിടെ വന്നിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബുക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഒരു ഫിലിമിനെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുക്കിംഗ് ഓപ്ഷൻ അടിച്ചിട്ട് എത്ര ടിക്കറ്റ്സ് വേണമെന്ന് കസ്റ്റമർ പറയും. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ 4 ടിക്കറ്റ് വേണമെന്നിരിക്കട്ടെ, നമ്മൾ 4 ടിക്കറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ് കൊടുക്കും. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കിവിടെ സീറ്റ് ലൊക്കേഷൻ വരും നമുക്ക്. എന്നിട്ട് അതിൽ നമ്മൾ എവിടെയാണ് 4 സീറ്റ് കംഫർട്ടബിളായിട്ടുള്ളതെന്ന് നോക്കിയിട്ട് അവിടെ ആ കസ്റ്റമറിന് നമ്മൾ സീറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഞാൻ ബുക്ക് ചെയ്താക്കുന്നത് എഫ് റോയിൽ 5, 6, 7, 8 ഈ 4 സീറ്റാണ് ഞാൻ ബുക്ക് ചെയ്താക്കുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ പേരടിക്കാനുള്ള പേര് വരും. അതിന് ശേഷം അവരുടെ ടെലിഫോൺ നമ്പർ നമുക്ക് ആവശ്യമുണ്ട്. എന്തെങ്കിലും കാരണവശാൽ നമുക്ക് അവരായിട്ട് വീണ്ടും ബന്ധപ്പെടേണ്ട ആവശ്യം വന്നാൽ ഈ ടെലിഫോൺ നമ്പർ മുഖേനയ്ക്ക് നമ്മൾ കസ്റ്റമറെ ബന്ധപ്പെടുന്നത്. അതിനുശേഷം നമുക്ക് ഒരു ബുക്കിംഗ് നമ്പർ കിട്ടും, ഒരു 6 ഡിജിറ്റ് ബുക്കിംഗ് നമ്പർ കിട്ടും. ആ ബുക്കിംഗ് നമ്പർ കസ്റ്റമറിന് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ 45 മിനിറ്റ് മുമ്പ് ഒന്ന് ടിക്കറ്റ് കളക്ട് ചെയ്യണം. പക്ഷേ എന്നാലേ നമുക്ക് ആ കസ്റ്റമർ നമുക്ക് കൺഫേം എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 45 മിനിറ്റ് മുമ്പ് വന്നില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ബുക്കിംഗ് ക്യാൻസലായി പോകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബുക്കിംഗ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ കസ്റ്റമർ ചെല്ലുന്നുണ്ടത് ബുക്ക് മൈ ഷോ എന്നൊക്കെ സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ക്യൂ സിനിമാസിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു മൊബൈലിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് പേപ്പറിൽ നമുക്കൊരു പ്രിൻ്റ് ഉണ്ടാകും, ഒരു 5-6 ഡിജിറ്റിൻ്റെ നമ്പർ ഉണ്ടാകും. ആ നമ്പർ കൊണ്ട് 4th ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് കൗണ്ടറിന് സെപ്പറേറ്റ് ഒരു കൗണ്ടർ ഉണ്ട് നമുക്ക്. ആ കൗണ്ടറിൽ ഒന്നില്ലെങ്കിൽ മൊബൈൽ കൺഫർമേഷൻ അല്ലെങ്കിൽ പേപ്പർ പ്രിൻ്റ് ഔട്ട് കൊണ്ട് ചെന്നാൽ നമുക്ക് ഡയറക്റ്റ്ലി ടിക്കറ്റ് എടുത്തുകൊണ്ട് അകത്തോട്ട് കയറാവുന്നതാണ്. ക്യൂ സിനിമാസിൽ ഇപ്പോൾ ആക്ച്വലി 4 സ്ക്രീനാണ് ഉള്ളത്. 4 സ്ക്രീനിൽ അറ്റ് പ്രസൻറ്റ് 26 ഷോസ് നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ട്. മോർണിംഗ് 9 o'clock ഷോ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഓൾമോസ്റ്റ് ലാസ്റ്റ് ഷോസ് മേ ബി 11 o'clock 10:30 to 11 o'clock ആ ടൈമിലേക്ക് നമ്മുടെ ലാസ്റ്റ് ഷോ പ്ലേ ചെയ്യുന്നത്. 26 ഷോസുകളുണ്ട്. നമ്മുടെ ടിക്കറ്റ് റേറ്റ് നമുക്ക് പല ടൈമിലും പല തരത്തിലുള്ള ടിക്കറ്റ് റേറ്റ്സ് ആണ്. മോർണിംഗ് ഷോസ് ആണെങ്കിൽ മൺഡേ ടു തേഴ്സ്ഡേ നമുക്ക് 80 rupees വരുന്നുള്ളൂ. മോർണിംഗ് ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ 110 rupees ആണ്. 3 മണിക്ക് മുമ്പ് വരെ. 3 മണി തുടങ്ങി 150 ആണ് മൺഡേ ടു തേഴ്സ്ഡേ. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ വരുമ്പോൾ മോർണിംഗ് ഷോ 100 rupees. ആഫ്റ്റർ മോർണിംഗ് ഷോ കഴിഞ്ഞ ശേഷം 120. അതിന് 3 മണി തുടങ്ങി 170 ആണ്. പിന്നെ അതുപോലെ നമുക്ക് ഗോൾഡ് ക്ലാസ് സീറ്റ്സ് ഉണ്ട്. ഗോൾഡ് ക്ലാസ് എക്സിക്യൂട്ടീവ് സോഫ സീറ്റ്സാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എല്ലാ സ്ക്രീനിലും ഉണ്ട്. അതിന് ഏത് ഷോക്കും 200 rupees ആണ് ഫിക്സഡ് താരിഫാണ് അതിൻ്റെ. ഇവിടെ ക്യൂ സിനിമാസിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 50 സ്റ്റാഫിനേക്കാൾ മേളിൽ നമ്മളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ ഇപ്പോൾ 2 മൾട്ടിപ്ലക്സ് തിയേറ്ററുകളാണുള്ളത്. എറണാകുളത്തെ ഒബ്രോൺ മാളും ക്യൂ സിനിമാസും. ഇന്ത്യയിലെ പ്രധാന മൾട്ടിപ്ലക്സ് കമ്പനികൾ ഇവയൊക്കെയാണ്: PVR സിനിമാസ്, ഐനോക്സ്, സത്യം, സിനിമാക്സ്, സിനിപോലീസ് എന്നിവയാണവ. ഒബ്രോൺ മാൾ സിനിമാക്സ് കമ്പനിയുടേതാണ്. ക്യൂ സിനിമ OSR സിനിമ കമ്പനിയുടേതാണ്. ഉടൻ തന്നെ എറണാകുളത്ത് MG റോഡിൽ സിനിപോലീസ് പ്രവർത്തനം ആരംഭിക്കും. പഴയ ലുലു മൈമൂൺ തിയേറ്ററുകൾ PVR കമ്പനിയുടെ കീഴിൽ ലുലു മോളായിട്ട് പ്രവർത്തനം ആരംഭിക്കും. ഈ ടിക്കറ്റിംഗ് സമ്പ്രദായം ഉടൻ തന്നെ നിയമമാകുമെന്നാണ് അറിഞ്ഞത്. അതിൻ്റെ സവിശേഷതകൾ എന്തെന്ന് ശ്രദ്ധിക്കും. നാച്ചുറലി ചോദിക്കും, ഇത്രയും പൈസ തിയേറ്ററുകാർ ഇൻവെസ്റ്റ് ചെയ്യണം? വേണ്ട, ഞങ്ങൾ പുതിയ സംവിധാനം വയ്ക്കുകയാണ്. കെൽട്രോണാണ് ഈ മിഷൻ കൊടുക്കുന്നത്. ആ മിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവരാണ്. അതിന് എഞ്ചിനീയേഴ്സ് പോകുന്നതും പരിശോധിക്കുന്നതൊക്കെ അവരാണ്. അപ്പോൾ അവരുടെ ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത് ഒരു ടിക്കറ്റിൻ്റെ പുറത്ത് 25 പൈസ അവർക്ക് കിട്ടും. അവരിത് മെയിൻറ്റെയിൻ ചെയ്തോളും. കേരളത്തിൽ എവിടെ മിഷൻ ചീത്തയായാലും അവർ നോക്കും. സർവറിൻ്റെ മെയിൻ്റനൻസ് എല്ലാം അവരിതിൽ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും ഇതൊരു സുതാര്യത ഉറപ്പുവരുത്തുകയും വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ഈ ബാർകോഡ് ടിക്കറ്റ് റീഡ് ചെയ്യാം എല്ലാ ഗേറ്റിലും. അപ്പം അകത്ത് കയറി
സിനിമയ്ക്ക് എല്ലാവരും കയറി ടിക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സെക്കൻഡിൽ ആ പഞ്ചായത്തിലെ അല്ലെങ്കിൽ ആ മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറിക്ക് അദ്ദേഹത്തിൻ്റെ മൊബൈലിലേക്ക് ഈ തിയേറ്ററിൽ ബാൽക്കണിയിൽ ഇത്ര പേര്, റിസർവേഡിൽ ഇത്ര പേര്, ഇത്ര ആളുകൾ അകത്ത് കയറിയിട്ടുണ്ട്, പരിശോധിക്കേണ്ടതാണ്, അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് എന്നൊരു റിമൈൻഡർ ചെല്ലും. ഒരു പർട്ടിക്കുലർ സിനിമയുടെ പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർക്ക് അവരാവശ്യപ്പെടുമ്പോൾ ഒരു പാസ്വേഡ് കൊടുക്കും. ആ പാസ്വേഡ് വെച്ചുകൊണ്ട് ഓരോ തിയേറ്ററിലെയും ഓരോ ഷോയുടെയും കണക്ക് ഇൻ്റർനെറ്റിൽ പ്രവേശിച്ച് പ്രിൻ്റ് ഔട്ട് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഡെയിലി കളക്ഷൻ റിപ്പോർട്ട് എന്നത് പണ്ട് തിയേറ്ററിൽ നിന്നാണ് കൊടുത്തിരുന്നത്. ഒന്ന് പഞ്ചായത്തിന് കൊടുക്കും, ഒന്ന് പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കും, ഒന്ന് പ്രൊഡ്യൂസർക്ക് കൊടുക്കും, തിയേറ്ററിൽ ഹോൾഡ് ചെയ്യും. 4 തരം, 4 DCR 4 തരമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു സത്യമാണ്. അതങ്ങ് മാറുകയാണ്. ഇനി ഒറ്റ കണക്കേ ഉണ്ടാവുള്ളൂ. കേരളത്തിലെ സിനിമാ തിയേറ്ററുകളുടെ യന്ത്രവൽകൃത ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള കെൽട്രോണിനെയാണ്. കേരളത്തിലെ സിനിമാ തിയേറ്ററുകളുടെ ടിക്കറ്റ് ഇഷ്യൂവിങ് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡെമോയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്തപ്പോഴുള്ള ഏറ്റവും പ്രധാന ഒരു കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ വളരെ കുറച്ച് സമയം കൊണ്ട് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗേറ്റിൽ അത് ചെക്ക് ചെയ്യണം. അതിൻ്റെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള സ്ക്രീനാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഓരോ സർക്കിളിനുള്ള ടോട്ടൽ സീറ്റും ഇനി അവൈലബിൾ ആയിട്ടുള്ള സീറ്റും എപ്പോഴും കൗണ്ടറിലിരിക്കുന്ന ആൾക്ക് കാണാൻ കഴിയും. ടിക്കറ്റ് റേറ്റ് എല്ലാം കാണാം. നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ബ്ലൂ സർക്കിളാണ് സെലക്ട് ചെയ്യുന്നത്. 2 സർക്കിളാണല്ലോ, ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് മെയിനായിട്ട് ഉണ്ടാവുക. G പ്രസ് കഴിഞ്ഞാൽ ഗ്രീൻ സർക്കിളാവും, B പ്രസ് കഴിഞ്ഞാൽ ബ്ലൂ സർക്കിളാവും. ഒരു കൗണ്ടറിൽ സാധാരണ ഒരു സർക്കിളിൻ്റെ ടിക്കറ്റ് മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ആ സർക്കിൾ ആദ്യം സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻ നമ്പർ 5 പ്രസ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഇതിനകത്ത് സിനിമയുടെ പേരുണ്ടാകും, ഷോയുടെ ടൈം ഉണ്ടാവും, മാറ്റിനിയാണോ മോർണിംഗ് ഷോ എന്താണെന്നുണ്ടാവും, സർക്കിൾ ഉണ്ടാവും, എമൗണ്ട് ഉണ്ടാവും, എത്ര ആൾക്കാരാണെന്നുണ്ടാവും, സീറ്റുകൾ ഏതൊക്കെയാണെന്നുണ്ടാവും. സീറ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സീറ്റ് സെലക്ട് ആയി വരും. ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നുണ്ടാവും. ഇനി ഈ ടിക്കറ്റും കൊണ്ട് ഒരു ഗേറ്റിലേക്ക് ചെല്ലുന്ന ഒരാൾക്ക് ഈ ടിക്കറ്റ് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തത് കറക്റ്റാണോ അല്ലെന്നുള്ള തിരിച്ചറിയാൻ പറ്റണം. ഈ ഡിവൈസ് അതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഗേറ്റിലുള്ള ഡിവൈസാണ്. ഇതിനകത്ത് ജസ്റ്റ് ടിക്കറ്റ് വെച്ചിട്ട് ഒന്ന് സ്കാൻ ചെയ്താൽ കറക്റ്റ് ടിക്കറ്റ് വെക്കാം. ഇനി ഒരിക്കൽ കൂടി അടിക്കുകയാണെങ്കിൽ ഇത് റോങ് ടിക്കറ്റ്, ഡ്യൂപ്ലിക്കേറ്റ് ടിക്കറ്റായിട്ട് വരും. ഡ്യൂപ്ലിക്കേറ്റ് ടിക്കറ്റ് ഒരു തവണ മാത്രമേ ടിക്കറ്റ് റീഡ് ചെയ്യാൻ പറ്റൂ. പിന്നീട് രണ്ടാമത്തെ റീഡിങ്ങിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും വരും. പിന്നെ എത്ര കോപ്പി എടുത്താലും അത് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും വരിക.